ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീമാർക്കറ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, പ്രീമാർക്കറ്റ് സെക്ഷനിൽ ആദ്യം തന്നെ നമുക്ക് ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ ഒന്ന് പരിശോധിക്കുമ്പോൾ 34 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യാൻ. S&P 500 ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിംഗ് അത്യാവശ്യം നെഗറ്റീവിൽ തന്നെയായിരുന്നു മാർക്കറ്റ് പോയത്. യൂറോപ്യൻ മാർക്കറ്റ്സ് പോസിറ്റീവ്ലിയാണ് ക്ലോസ് ചെയ്തത്. ആൻഡ് DCAC, DAX, FTSE എല്ലാം പോസിറ്റീവ് നോട്ട് ക്ലോസ് ചെയ്തു. DAX ഒരു 1% അപ്പിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ഗിഫ്റ്റ് നിഫ്റ്റി പരിശോധിക്കുമ്പോൾ 37 പോയിൻറ്റ്സ് ഡൗൺ സൈഡാണ്. ഓക്കെ, അപ്പോൾ സ്ലൈറ്റ്ലി നെഗറ്റീവ് ക്ലോസിങ് നെഗറ്റീവ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് സ്റ്റാർട്ടിലേക്കായിരിക്കാം നിഫ്റ്റി പോകുന്നതെന്നാണ് ഇങ്ങനത്തെ ഫിഗേഴ്സ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. 56 പോയിൻറ്റ് ഡൗൺ സൈഡിൽ തന്നെ ക്ലോസ് ഓപ്പൺ ചെയ്യാനും പോസിബിലിറ്റി ഉണ്ട്. നിഫ്റ്റി 3% ഡൗൺ സൈഡിലാണ്. അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സ് പൊതുവേ ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 2486 പോയിൻറ്റ്സ് ഡൗൺ സൈഡാണ്. അതായത് 3 അല്ലെങ്കിൽ 4% ഡൗൺ സൈഡിലേക്കാണ് നിഫ്റ്റി ഇപ്പം ട്രേഡ് ചെയ്യുന്നത്. സ്ട്രേറ്റ് ടൈം 57% ഡൗൺ ആണ്. അതായത് 31 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നു. ഹാങ്സങ് 106 പോയിൻറ്റ് ഡൗൺ സൈഡാണ്. തായ്വാൻ വെയ്റ്റഡ് 3% ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. കോസ്ബി 7% ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ പൊതുവെ നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ നേടുന്നതായിട്ട് മാർക്കറ്റിൽ രാവിലെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. സോ നമ്മുടെ മാർക്കറ്റിൽ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഇന്നലത്തെ ക്ലോസിംഗ് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ഏഷ്യൻ മാർക്കറ്റ്സിലെ ഈ സെല്ലിംഗ് പ്രഷർ നമ്മളെയും ബാധിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമുക്ക് ചാർട്ടിലേക്ക് ഒന്ന് പോകാം. 15 മിനിറ്റ് ചാർട്ട് ഞാൻ എടുക്കുകയാണ്. സോ ഇന്നലത്തെ മാർക്കറ്റ് നിങ്ങൾ പരിശോധിക്കുക. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ്, അതിനുശേഷം മാർക്കറ്റ് ഒരു സപ്ലൈ സോണിലേക്കാണ് കയറിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു വളരെ പ്രധാനപ്പെട്ട സപ്ലൈ റീജിയനിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മാർക്കറ്റ് ഇനി ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. 24,000 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് സോണാണ്. ആ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അടുത്തിനി നമ്മൾ ഒരു കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട സോൺ എന്ന് പറയുന്നത് 24,170 എന്ന് പറയുന്ന ഈ സോണിലേക്ക് മാർക്കറ്റ് എത്തുമോ ഇല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഓക്കെ, കാര്യം ഇവിടെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊരു ഈ ഒരു സോൺ എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് സോൺ തന്നെയാണ്. ഓക്കെ, ഇപ്പം ഇന്ന് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു മൂവ്മെന്റ് അപ്സൈഡിലേക്ക് ഉണ്ടായാൽ പോലും ഒരു മാർക്കറ്റ് മേ ബി ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് താഴോട്ട് എത്തിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു സോണിൽ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം വെയിറ്റ് ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു സോണിന് അബോവ് മാർക്കറ്റ് പോയാൽ മാത്രം, അതായത് ഈ ഒരു ഈവനിങ് ഒരു ആഫ്റ്റർനൂൺ സെഷനിൽ മാർക്കറ്റ് ഈ ഒരു സൈഡിലേക്ക് മുകളിലോട്ട് പോയാൽ മാത്രമേ ഞാൻ വളരെ ഒരു ബുള്ളിഷ് മൈൻഡിലേക്ക് പോകത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ ഒരു കെയർഫുൾ സിനാരിയോ ആയിരിക്കും ഞാൻ കീപ്പ് ചെയ്യുക. കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ മാത്രമായിരിക്കും ഞാൻ ട്രേഡ്സ് ഹോൾഡ് ചെയ്യുക. അപ്പം ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായാൽ പോലും 23,800 എന്ന് പറയുന്ന ഈ സോണായിരിക്കും ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ 23,869 ഈ ഒരു സോണിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഓക്കെ, വലിയ ബെയറിഷ് മൂവ്മെന്റ്സിലേക്ക് ഞാൻ പോകത്തില്ല എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ഒരു സോൺ 23,850 to 23,800 മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടായാലും ഈ ഒരു സോണിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇന്ന് കുറച്ച് ന്യൂസസ് ഒക്കെ ഉണ്ട്, നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് വരുന്ന റിസൾട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. L&T, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അംബുജ സിമന്റ്സ്, ടാറ്റ ക്യാപിറ്റൽ, ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ്സ്, സിറ്റി യൂണിയൻ ബാങ്ക്, DCM ശ്രീറാം, ഇക്വിറ്റസ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഫൈസർ, ഫീനിക്സ് മിൽസ്, പൈൻ ലാബ്സ്, റേഡിയോ ഖൈത്താൻ, സുപ്രീം ഇൻഡസ്ട്രീസ്, സുസ്ലോൺ എനർജി, വരിൻ ബിവറേജ് ആൻഡ് BST. ഇപ്പോൾ ഇത്രയും കമ്പനികൾ ഹോൾഡ് ചെയ്യുന്ന ആളുകൾ ഒന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. ഇന്ന് റിസൾട്ട് വരുന്നുണ്ട്. അപ്പോൾ റിസൾട്ട് വന്നതിൽ കോൾ ഇന്ത്യയുടെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യം നല്ലതായിരുന്നു. 8,797 ക്രോർസിൽ നിന്നും 8,852 ക്രോർസിലേക്ക് പ്രോഫിറ്റ് റൈസ് ചെയ്തു. ഒരു 0.6% പ്രോഫിറ്റ് ഗ്രോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കോൾ ഇന്ത്യക്ക്. റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാം. ടാറ്റ പവർ കമ്പനിയുടെ ആണെങ്കിൽ പ്രോഫിറ്റ് സോർ ചെയ്തു, റവന്യൂ ഇൻക്രീസ് ചെയ്തെന്നുള്ള ന്യൂസ് ഉണ്ട്. ഹാപ്പിയസ്റ്റ് മൈൻഡ് ടെക്നോളജീസിന്റെ പ്രോഫിറ്റ് ജമ്പ് ചെയ്തു, റവന്യൂ ജമ്പ് ചെയ്തു. BEL എന്ന കമ്പനിയുടെ ആണെങ്കിൽ പ്രോഫിറ്റ് റൈസ് ചെയ്തു, റവന്യൂ റൈസ് ചെയ്തു. ടാറ്റ കെമിക്കൽസിന്റെ ആണെങ്കിൽ ലോസ് 17 ക്രോർ ആയിട്ട് നിൽക്കുന്നുണ്ട്. റവന്യൂ 14.4% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഗോഡ്ഫ്രൈ ഫിലിപ്സിന്റെ പ്രോഫിറ്റ് സിങ്ക് ചെയ്തു, റവന്യൂ ഫോൾ ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ട്. അത്യാവശ്യം 44% പ്രോഫിറ്റിന് ഒരു ലോസ് പ്രോഫിറ്റ് പോയത്. ഓക്കെ, അതായത് 356 കോടി ഉണ്ടായിരുന്നത് 198 കോടിയിലേക്ക് കുറവുണ്ടായി. അതൊത്തിരി വലിയ ഫിഗറാണ്. സോ ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നവരൊന്ന് കെയർഫുൾ ആയിട്ടിരിക്കുക. വീൽസ് ഇന്ത്യ പ്രോഫിറ്റ് സൂം ചെയ്തു, റവന്യൂ സർജ് ചെയ്തു. നോർത്തേൺ ആർ ക്യാപിറ്റൽ 103 കോടിയിൽ നിന്ന് 121 കോടിയിലേക്ക് പ്രോഫിറ്റ് മാറി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിട്ടുണ്ട്. ഉഷ മാർട്ടിൻ പ്രോഫിറ്റ് സൂം ചെയ്തു, റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്.
CCL പ്രൊഡക്ട്സിൻ്റെ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ഗ്രാവിറ്റയുടെ ആണെങ്കിൽ പ്രോഫിറ്റും റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസസ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പിന്നെ സാഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാൽമിയർ ഇന്ത്യ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3 year എഗ്രിമെന്റിലേക്ക് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ന്യൂസസ് മാർക്കറ്റിലുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അത്യാവശ്യം കെയർഫുൾ ആയിട്ടിരിക്കാം. ഈ ഒരു സപ്ലൈ സോണിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കെയർഫുൾ ആയിട്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ RK Forge ഞാൻ ട്രേഡ് എടുത്തിരുന്ന കമ്പനിയാണ്, ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കമ്പനികൾ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് കംഫർട്ടബിൾ പൊസിഷനിലാകുമ്പോഴത്തേക്ക് നമുക്ക് ലൈവ് മാർക്കറ്റിൽ കൂടുതൽ സ്റ്റോക്സ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരേക്കും വെയിറ്റ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ് തമിഴ്നാട് മർച്ചന്റൈൽ. ഇത് 748 ഫസ്റ്റ് ബൈ ആയിരുന്നു എൻ്റെത്. പിന്നെ ഒരു പുൾ ബാക്കിൽ 662 വില ഞാൻ ബൈ ചെയ്തു. ശേഷം ഞാൻ ഒരു മീഡിയം ടൈം ട്രേഡായിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് മർച്ചന്റൈൽ ബാങ്ക്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിൽ എത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു 30% പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 950,000 റേഞ്ചിൽ ബാക്കി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ അടുത്ത ഹോൾഡ് ചെയ്യുന്ന കമ്പനി വെസ്റ്റ് കോസ്റ്റ് പേപ്പറാണ്. അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ഇടുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് തൽക്കാലം ഹോൾഡ് ചെയ്യുന്ന കമ്പനികൾ എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്യാം. കൂടുതൽ സ്റ്റോക്സിൻ്റെ കാര്യമൊക്കെ നമുക്ക് ലൈവ് മാർക്കറ്റ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.